Hi everyone, this is Rinsi from Groww Malayalam channel. അപ്പോൾ ഇന്ത്യൻ കൺസ്യൂമേഴ്സിന്റെ ഫെസ്റ്റിവൽ സീസൺ സ്പെൻഡിങ് $32 ബില്യൺ റീച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സിറ്റിസൺ എൻഗേജ്മെന്റ് പ്ലാറ്റ്ഫോം റിലീസ് ചെയ്ത ഡാറ്റ പ്രകാരം നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഫെസ്റ്റീവ് സീസൺസ് എല്ലാം തന്നെ സ്റ്റാർട്ട് ചെയ്തു. അതുപോലെ തന്നെ കൺസ്യൂമർ പ്രൊഡക്ട്സിന്റെ ഡിമാൻഡ്സ് ഒക്കെ നല്ലപോലെ കൂടിയിട്ടുണ്ട്. അപ്പം ആക്സിസ് സെക്യൂരിറ്റീസിന്റെ റിപ്പോർട്ട് പ്രകാരം പറയുന്നത് ഈ ഫെസ്റ്റീവ് സീസണിൽ പുതിയൊരു ടൈപ്പ് എക്സൈറ്റ്മെന്റ് ആണ് കൺസ്യൂമേഴ്സിന്റെ ഇടയിൽ കാണുന്നത്. അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഒരു ഓൾമോസ്റ്റ് ഹൈ ഫ്രീക്വൻസി ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം സജസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ ഇന്ത്യൻ ഇക്കോണമി ഇപ്പോഴത്തെ ഒരു മോശം സിറ്റുവേഷൻ, അതായത് ഇപ്പോൾ അൺസർട്ടൻ ജിയോ പൊളിറ്റിക്കൽ ആൻഡ് ഇക്കണോമിക് സിറ്റുവേഷൻസ് ഒക്കെ റിക്കവർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടെന്നാണ് കാണിക്കുന്നത്. അപ്പം നമുക്കൊരു നോർമൽ മൺസൂണൊക്കെ ലഭിച്ചതുകൊണ്ട് തന്നെ റൂറൽ അതുപോലെ തന്നെ അർബൻ ഡിമാൻഡൊക്കെ ബൂസ്റ്റ് ആയിട്ടുമുണ്ട്. ഈ ഒരു ഫാക്ടേഴ്സ് കൊണ്ടൊക്കെ തന്നെ എക്സ്പേർട്സ് വിശ്വസിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓട്ടോമൊബൈൽസ്, പെയിൻറ്റ്സ്, കൺസ്യൂമർ ഫിനാൻസ്, ട്രാവൽ ആൻഡ് ഹോസ്പിറ്റാലിറ്റി സെക്ടേഴ്സ് ഒക്കെ ഹൈ ഡിമാൻഡ് ആയിരിക്കും എന്നാണ്. സോ അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സ്ട്രോങ് ഫെസ്റ്റീവ് ഡിമാൻഡുള്ള സെക്ടേഴ്സിലെ സ്റ്റോക്സ് ആണ് എടുത്തേക്കുന്നത്. അതുപോലെ തന്നെ ഇന്ന് നമ്മൾ സെലക്ട് ചെയ്തേക്കുന്ന ഈ ഒരു സ്പെസിഫിക് സെക്ടറിലെ ഹൈ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഉള്ള കമ്പനീസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മെൻഷൻ ചെയ്തിരിക്കുന്ന പ്രൈസ് എല്ലാം വരുന്നത് മാർക്കറ്റ് ക്ലോസിംഗ് പ്രൈസ് ഓഫ് 29 സെപ്റ്റംബർ 2022 ആണ്. ബട്ട് ഇന്നത്തെ നമ്മുടെ സ്റ്റോക്സ് ഏതൊക്കെയാണ് എന്നൊക്കെ നോക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ഗ്രോ മലയാളത്തിന് ഇൻസ്റ്റഗ്രാം അതുപോലെ തന്നെ FB പേജും കൂടി നിങ്ങൾ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. സോ ഇനി നമുക്ക് ഇന്നത്തെ നമ്മുടെ ഫെസ്റ്റിവൽ സ്റ്റോക്സ് ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ലെറ്റ്സ് ബിഗിൻ. ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ലഗേജ് ഇൻഡസ്ട്രീസ് ആണ്. അപ്പോൾ ഫെസ്റ്റീവ് സീസണൊക്കെ ഓൾമോസ്റ്റ് അടുത്തെത്തിയതുകൊണ്ട് തന്നെ വെക്കേഷൻ പ്ലാൻസ് ഒക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ട്രാവൽ അതുപോലെ തന്നെ ലഗേജ് ബാഗ്സിൻ്റെ ഡിമാൻഡ്സ് ഒക്കെ ഇൻക്രീസ് ചെയ്യും. അപ്പം ഈ ഒരു ഇൻഡസ്ട്രിയിലെ ലാർജസ്റ്റ് ലിസ്റ്റഡ് പ്ലെയർ ആണ് നമ്മുടെ VIP ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് എന്നുള്ളത്. അപ്പം VIP ഇൻഡസ്ട്രീസ് പറഞ്ഞാൽ ഇന്ത്യയിലെ ഹാർഡ് ലഗേജ് മാനുഫാക്ചറിങ് കമ്പനിയാണ്. അപ്പോൾ ഇന്ത്യ, ചൈന, ബംഗ്ലാദേശിൽ നിന്നൊക്കെയുള്ള സബ്സിഡറീസിന് ഇവർ ഹാർഡ് അതുപോലെ തന്നെ സോഫ്റ്റ് ലഗേജസ് സെല്ല് ചെയ്യുന്നുണ്ട്. ഇതുകൂടാതെ കമ്പനിക്ക് വേറെയും വെൽ നോൺ ബ്രാൻഡ്സ് ഉണ്ട്, ലൈക്ക് VIP, സ്കൈ ബാഗ്സ്, കാപ്പറീസ് ഒക്കെ. അപ്പം ഇവരുടെ ഒരു മെയിൻ സ്ട്രെങ്ത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സ്ട്രോങ് ബ്രാൻഡ് പ്രസൻസ് അതുപോലെ തന്നെ മാർക്കറ്റ് ലീഡർഷിപ്പാണ്. അതുപോലെ തന്നെ വേൾഡിലെ 5th ലാർജസ്റ്റ് ലഗേജ് മാനുഫാക്ചർ ആണ്. അതുപോലെ തന്നെ ഇന്ത്യൻ ലഗേജ് മാർക്കറ്റിലെ ലീഡറും കൂടിയാണ് നമ്മുടെ ഈ ഒരു കമ്പനി. അതുപോലെ തന്നെ വുമൻസ് ഹാൻഡ് ബാഗ് ആൻഡ് ബാക്ക് പാക്ക് സെഗ്മെന്റിൽ കമ്പനിക്ക് നല്ലൊരു മാർക്കറ്റ് ഷെയർ കമ്പനി കവർ ചെയ്യുന്നുണ്ട്. ഇതുകൂടാതെ തന്നെ അക്രോസ് ദ കൺട്രി കമ്പനിക്ക് സ്ട്രോങ് ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് ആണുള്ളത്. അപ്പോൾ അത് കമ്പനീനെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുമുണ്ട്. ഇനി കമ്പനിക്കുള്ളൊരു ത്രെട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചൈനീസ് ഇമ്പോർട്ട്സ് അതുപോലെ അൺഓർഗനൈസ് സെക്ടേഴ്സ് എന്നുള്ള സ്ട്രോങ് കോമ്പറ്റീഷനാണ്. അപ്പോൾ ഇനി കമ്പനിയുടെ മെജോറിറ്റി റവന്യൂ വരുന്നത് സോഫ്റ്റ് ലഗേജ് സെഗ്മെന്റിൽ നിന്നാണ്. അപ്പോൾ ഇത് മെയിൻലി ഇവരുടെ സോഴ്സ് ചെയ്യുന്നത് ചൈനയിൽ നിന്നാണ്. അപ്പോൾ ഇതുകൊണ്ടൊക്കെ തന്നെ കമ്പനിക്ക് ജോഗ്രഫിക്കൽ കോൺസെൻട്രേഷൻ റിസ്ക് അതുപോലെ തന്നെ ഫോറിൻ എക്സ്ചേഞ്ച് റിസ്ക് ഒക്കെ ഫേസ് ചെയ്യുന്നുണ്ട്. സോ ഇവിടെ ചൈനയിൽ നിന്നുള്ള കോൺസെൻട്രേഷൻ ഒക്കെ കുറയ്ക്കാൻ വേണ്ടി ബാക്ക്വേർഡ് ഇൻറ്റഗ്രേഷൻ ലൈക്ക് വേറെ ചാനൽസ് ലൈക്ക് ബംഗ്ലാദേശിലേക്കൊക്കെ ഇവർ ഫോക്കസ് കൊടുക്കുന്നുണ്ട്. അപ്പം ഇവർക്കിപ്പോൾ വലിയ അൺഓർഗനൈസ് സെക്ടേഴ്സിൽ നിന്നൊക്കെ കോമ്പറ്റീഷൻ ഫേസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇൻഫ്ലേഷനൊക്കെ കാരണം ഇവരുടെ റോ മെറ്റീരിയൽ പ്രൈസ് ഒക്കെ കൂടും. അങ്ങനെ ഇവരുടെ കോസ്റ്റ് ഒക്കെ കൂടുമ്പം അത് ഇവർക്ക് കൺസ്യൂമേഴ്സിലേക്ക് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. ഇനി നമുക്ക് ഈ ഒരു കമ്പനിയുടെ കീ ഫിനാൻഷ്യൽ ടെക്നിക്കൽ മെട്രിക്സ് നമുക്ക് നോക്കാം. അപ്പോൾ ഇവരുടെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് വരുന്നത്, അതായത് VIP ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് കറണ്ട് മാർക്കറ്റ് പ്രൈസ് വരുന്നത് 649.40 റുപ്പീസാണ്. PE വരുന്നത് 74.67 ആണ്. ഡെറ്റ് ടു ഇക്വിറ്റി വരുന്നത് 0.53 ആണ്. 5 year സെയിൽസ് CAGR വരുന്നത് 0.60 ആണ്. ROE വരുന്നത് 12.30 ആണ്. 1 year റിട്ടേൺസ് 29.75, 5 year റിട്ടേൺസ് 21.04. ഇനി നമ്മൾ രണ്ട് ടെക്നിക്കൽ മെട്രിക്സ് ആണ് നമ്മളിവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. 200 DMA, ദാറ്റ് ഇസ് 200 ഡേ മൂവിംഗ് ആവറേജ്. അതായത് ഇപ്പോൾ ഒരു കമ്പനിയുടെ സ്റ്റോക്ക് 200 DMA എബോ ആണ് ട്രേഡ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു സ്റ്റോക്ക് നമ്മൾ ബുള്ളിഷ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇനി 200 DMA ബിലോ ആണ് ട്രേഡ് ചെയ്യുന്നതെങ്കിൽ ആ സ്റ്റോക്ക് നമ്മൾ ബെറിഷ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ 200 DMA വരുന്നത് 600.76 ആണ്. ഇനി നമ്മൾ RSIയുടെ ടേംസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ RSI വാല്യൂ ബിലോ 30 ജനറലി ഓവർസോൾഡ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ട്രെൻഡ് റിവേഴ്സൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അതായത് ഒരു ഡൗൺ ട്രെൻഡ് അപ്പ് ട്രെൻഡിലേക്ക് ലീഡ് ചെയ്യും. ഇനി RSI വാല്യൂ എബോവ് 70 ജനറലി ഓവർബോട്ട് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ട്രെൻഡ് റിവേഴ്സൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഇനി ഇന്നത്തെ നമ്മുടെ സെക്കൻഡ് സെക്ടർ ഹോട്ടൽ ഇൻഡസ്ട്രി ആണ്. അപ്പം ഈ ഒരു ഫെസ്റ്റീവ് സീസൺ ടൈമിൽ നമ്മൾ ഫ്രണ്ട്സ് അതുപോലെ തന്നെ ഫാമിലീസിൻ്റെ കൂടെ ഫെസ്റ്റിവൽസ് ഒക്കെ ആഘോഷിക്കാൻ വേണ്ടി ട്രാവൽ ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹോട്ടൽ ഒക്യുപ്പൻസി ഒക്കെ ഇൻക്രീസ് ചെയ്യുന്നതിൽ നമുക്ക് വലിയ റോള് തന്നെയാണുള്ളത്. അപ്പം ഈ ഒരു സെക്ടറിൽ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഇന്ത്യൻ ഹോട്ടൽസ് കമ്പനി ലിമിറ്റഡ് ആണ്. അപ്പം ടാറ്റ ഗ്രൂപ്പിൻ്റെ ഒരു വെൽ നോൺ കമ്പനിയാണ് ഇന്ത്യൻ ഹോട്ടൽസ് കമ്പനി എന്നുള്ളത്. അപ്പോൾ ഇവർക്ക് 119 വർഷമായിട്ട് ഹോസ്പിറ്റാലിറ്റി ബിസിനസ്സിലുള്ളവരാണ് ഇവർ. അപ്പം ഇവർ ഇന്ത്യയിൽ ഒരുപാട് ഹോട്ടൽസ്, പാലസസ്, റിസോർട്ട്സ് ഒക്കെ മാനേജ് അതുപോലെ തന്നെ ഓപ്പറേറ്റ് ചെയ്യുന്ന കമ്പനിയാണ്.
അപ്പോൾ ഇവർക്ക് 10-ലധികം രാജ്യങ്ങളായിട്ട് 100-ലധികം ലൊക്കേഷനിൽ 200-ലധികം ഹോട്ടൽസിൽ പ്രസൻസ് ഉണ്ട്. ഇവരുടെ താജ് ബ്രാൻഡിന് വേൾഡ് സ്ട്രോങ്ങസ്റ്റ് ബ്രാൻഡ് 2022 ടൈറ്റിൽ ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയിലെ സ്ട്രോങ്ങസ്റ്റ് ബ്രാൻഡ് 2022 ടൈറ്റിലും അവർക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു കമ്പനി ഇന്ത്യയിലെ ലീഡിംഗ് ഹോട്ടൽ ചെയിൻ ആണ്. മാത്രമല്ല ടാറ്റ ഗ്രൂപ്പിന്റെ ബാക്കിംഗ് കൂടിയുണ്ട്. അപ്പം ഇത് രണ്ടും ഓൺഗോയിങ് ഡിമാൻഡിനെ നല്ല രീതിയിൽ ബെനിഫിറ്റ് ചെയ്യും. അപ്പോൾ ഇപ്പോൾ എല്ലാവരും വെക്കേഷൻ പ്ലാൻ ചെയ്യുന്നതുകൊണ്ട് തന്നെ അത് നമുക്ക് ബെനിഫിറ്റ് ആയിരിക്കും. അപ്പോൾ Q1 ഫിനാൻഷ്യൽ 2023 അവർ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് അവരുടെ ബെസ്റ്റ് പെർഫോമൻസ് ആണ് ഇവരതിൽ കാഴ്ചവെച്ചേക്കുന്നത്. അപ്പോൾ ഫിനാൻഷ്യൽ 2021 റൈറ്റ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു അവരുടെ ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഫിനാൻഷ്യൽ 2022 കമ്പനിയുടെ ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ പ്ലേസ്മെന്റ് ത്രൂ അവർ ക്യാഷ് റേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ റെഗുലാരിറ്റി കംപ്ലയിൻസ് ഒന്നും തന്നെ ഇല്ലാതെ ഒരു ഇന്ത്യൻ ലിസ്റ്റഡ് കമ്പനിക്ക് ഡൊമസ്റ്റിക് മാർക്കറ്റിൽ നിന്ന് ഈസി ആയിട്ട് ക്യാപിറ്റൽ റേസ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന ആണ് ത്രൂ ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ പ്ലേസ്മെന്റ്. അപ്പോൾ ഫണ്ട് റേസ് ചെയ്യാനുള്ള ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവ്, റിലയബിൾ ആൻഡ് എഫിഷ്യൻറ്റ് വേ ആണ് ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ പ്ലേസ്മെന്റ് എന്നുള്ളത്. ബട്ട് എപ്പോഴെങ്കിലും ഒരു ഇക്കണോമിക് ഡൗൺ ടേൺ ഉണ്ടായാൽ ഹോട്ടൽ റൂംസിന്റെ സപ്ലൈ ഡിമാൻഡിനേക്കാളും എക്സീഡ് ചെയ്യും. സോ ഹോട്ടൽ ബിസിനസ് എന്നൊക്കെ പറഞ്ഞാൽ സൈക്ലിക്കലാണ് ആൻഡ് കംപ്ലീറ്റ്ലി ട്രാവൽ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. അപ്പോൾ ഫിനാൻഷ്യൽ 21 ട്രാവലൊക്കെ കുറവായതുകൊണ്ട് തന്നെ അവർ ഡെറ്റ് ഒക്കെ നല്ല രീതിയിൽ കൂടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒക്യുപ്പൻസി ലെവലൊക്കെ ലോവസ്റ്റ് ലെവലായിരുന്നു ഉണ്ടായിരുന്നത്. ഈ ഒരു കമ്പനിയുടെ കീ ഫിനാൻഷ്യൽ ടെക്നിക്കൽ മെട്രിക്സ് നമുക്ക് നോക്കാം. അപ്പോൾ ഇവരുടെ കറന്റ് മാർക്കറ്റ് പ്രൈസ് വരുന്നത് 326.90 rupees ആണ്. PE വരുന്നത് 228.47, ഡെറ്റ് ടു ഇക്വിറ്റി 0.55, 5 year sales CAGR -5.34, return on equity ROE -5.45, 1 year returns 81.93, 5 year returns 25.37, 200 DMA 242.11, RSI 14 62.2. ഇനി ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി ആണ്. നിങ്ങൾ എത്ര പേര് ഈ ഒരു ഫെസ്റ്റിവൽ സീസണിൽ പുതിയ കാർ അല്ലെങ്കിൽ പുതിയ ബൈക്ക് ബുക്ക് ചെയ്തവരുണ്ട്? അപ്പോൾ നമ്മൾ ആൾക്കാർ ഈ ഫെസ്റ്റിവൽ സീസണിലാണ് വെഹിക്കിൾസ് അതുപോലെ തന്നെ ഓട്ടോമൊബൈൽസ് ഒക്കെ വാങ്ങാൻ പ്രിഫർ ചെയ്യുന്നത്. ബിക്കോസ് ഇങ്ങനത്തെ വലിയ എക്സ്പെൻസ് ഒക്കെ നമ്മൾ ഈ ഒരു ഒക്കേഷനിലാണ് മോസ്റ്റ്ലി ചെയ്യാറുള്ളത്. മാത്രമല്ല ഈ ഒരു ടൈമിലൊക്കെ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രീസിനൊക്കെ നല്ല ഡിസ്കൗണ്ട്സ് അതുപോലെ തന്നെ ഓഫേഴ്സ് ഒക്കെ തന്ന് നമ്മളെ അങ്ങ് അട്രാക്റ്റ് ചെയ്യും അല്ലേ. സോ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ നമ്മൾ ഇന്നിവിടെ എടുത്തേക്കുന്ന ഇന്ത്യയിലെ ഫേവറേറ്റ് കാർ കമ്പനിയാണ് മാരുതി സുസുക്കി ഇന്ത്യ ലിമിറ്റഡ് ആണ് ഇന്ന് നമ്മളിവിടെ ചൂസ് ചെയ്തേക്കുന്നത്. അപ്പം ഇന്ത്യയിലെ ലാർജസ്റ്റ് കാർ കമ്പനിയാണ് മാരുതി സുസുക്കി. ഇപ്പോൾ അപ്രോക്സിമേറ്റ്ലി ഇപ്പോൾ 2 വെഹിക്കിൾസ് വിൽക്കുന്നുണ്ടെങ്കിൽ അതിലൊന്ന് മാരുതി സുസുക്കി ആയിരിക്കും. അപ്പോൾ ഈവൻ ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ മോസ്റ്റ് പ്രിഫേർഡ് കാർ ബ്രാൻഡാണ് മാരുതി സുസുക്കി എന്നുള്ളത്. അപ്പോൾ ഫിനാൻഷ്യൽ 2021 10 ബെസ്റ്റ് സെല്ലിംഗ് പാസഞ്ചർ വെഹിക്കിൾസ് എടുത്ത 7th മാരുതി സുസുക്കിയാണ്. അപ്പോൾ ഗ്ലോബലി അവർക്ക് പ്രസൻസ് ഉണ്ട്. ഇപ്പോൾ ലാസ്റ്റ് ഫിനാൻഷ്യൽ ഇയർ കമ്പനിക്ക് എക്സ്പോർട്സിലും നല്ലൊരു ഷാർപ്പ് ഇൻക്രീസ് ആണ് ഉള്ളത്. അപ്പോൾ ഇപ്പോൾ മാരുതി സുസുക്കി പുതിയ മോഡൽസ് അതുപോലെ തന്നെ വേരിയൻസ് ഒക്കെ ലോഞ്ച് ചെയ്യുമ്പോൾ അത് മാർക്കറ്റിൽ പെട്ടെന്ന് മൂവ് ആവുന്നുണ്ട്. ലാസ്റ്റ് ഫിനാൻഷ്യലിൽ നോക്കുകയാണെങ്കിൽ കമ്പനി ഒരുപാട് CNG വേരിയൻറ്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവർക്കൊരു വലിയ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് തന്നെ ഉള്ളതുകൊണ്ട് തന്നെ അവർക്ക് അത് പെട്ടെന്ന് തന്നെ അത് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഒരു 80% കാർ അതുപോലെ തന്നെ SUVs ഒക്കെ ലോണിൻ്റെ മുകളിലാണ് എടുക്കുന്നത്. സോ ഈ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് കൂടുന്നത് കമ്പനിക്ക് റിസ്ക് ആണ്. അതുപോലെ തന്നെ കമ്പനിയുടെ സെയിൽസിൽ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് നമുക്കത് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുമുണ്ട്. പിന്നെ അറ്റ്ലീസ്റ്റ് ഒരു ഷോർട്ട് ടു മീഡിയം ടേമിൽ ഫ്യൂവൽ പ്രൈസും കമ്പനിക്ക് ഒരു കൺസേൺ തന്നെയാണ്. ഇനി നമുക്ക് ഈ ഒരു കമ്പനിയുടെ കീ ഫിനാൻഷ്യൽ ടെക്നിക്കൽ മെട്രിക്സ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇവരുടെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് വരുന്നത് 8,624.85 rupees ആണ്. PE വരുന്നത് 58.74 ആണ്. ഡെറ്റ് ടു ഇക്വിറ്റി വരുന്നത് 0.01 ആണ്. 5 year sales CAGR വരുന്നത് 5.34 ആണ്. ROE റിട്ടേൺ ഓൺ ഇക്വിറ്റി വരുന്നത് 5.24 ആണ്. 1 year റിട്ടേൺസ് വരുന്നത് 16.80 ആണ്. 5 year റിട്ടേൺസ് വരുന്നത് 1.57 ആണ്. ഇനി 200 DMA വരുന്നത് 8,217.47 ആണ്. RSI 38 ആണ്. ഇനി നമ്മുടെ ഇൻഡസ്ട്രി പെയിൻറ്റ്സ് ആൻഡ് അഡ്ഹസീവ്സ് ആണ്. അപ്പോൾ നമ്മുടെ വീടൊന്ന് റിനോവേറ്റ് ചെയ്യണം അല്ലെങ്കിൽ പെയിൻറ്റ് ചെയ്യണം എന്നൊക്കെ നമ്മൾ മെയിൻലി ഓർക്കുന്നത് ഫെസ്റ്റിവൽ സീസൺ ടൈമിലാണ്. ബിക്കോസ് അന്നപ്പോഴായിരിക്കും നമ്മുടെ വീട്ടിൽ കുറേ റിലേറ്റീവ്സ് അതുപോലെ തന്നെ ഫ്രണ്ട്സ് ഒക്കെ വരുന്നത്. സോ ഈ ഒരു ഫെസ്റ്റിവൽ സീസണിൽ ബെനിഫിറ്റ് ചെയ്യുന്ന ഒരു സെക്ടർ തന്നെയാണ് ഇന്ന് നമ്മളിവിടെ ചൂസ് ചെയ്തേക്കുന്നത്. അപ്പം ഈ ഒരു സെക്ടറിൽ നമ്മളിന്നിവിടെ ചൂസ് ചെയ്തേക്കുന്നത് ഏഷ്യൻ പെയിൻറ്റ്സ് ആണ്. അപ്പം ഏഷ്യൻ പെയിൻറ്റ്സ് അവിടെ 80% റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന ഡെക്കറേറ്റീവ് പെയിൻറ്റ്സ് നിന്നാണ്. ബാക്കി ഇൻഡസ്ട്രിയൽ പെയിൻറ്റ്സ് അതുപോലെ തന്നെ ഓവർസീസ് ഓപ്പറേഷൻസിൽ നിന്നാണ്. അപ്പം PPG ഏഷ്യൻ പെയിൻറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ അണ്ടറിൽ അവർ ഓട്ടോമേറ്റീവ് ഇൻഡസ്ട്രിയൽ കോട്ടിങ്സ് മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. അപ്പം PPG ഏഷ്യൻ പെയിൻറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് PPG ഇൻഡസ്ട്രി ആയിട്ടുള്ള ഒരു ജോയിൻറ്റ് വെഞ്ചറാണ്. അപ്പം അവരുടെ സബ്സിഡറീസ് ത്രൂ കമ്പനി ഹോം ഇംപ്രൂവ്മെൻറ്റ് ആൻഡ് ഡെക്കർ സ്പേസ് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്ലീക്ക് ഇന്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡ് ത്രൂ കമ്പനി കിച്ചൺ ആൻഡ് വാർഡ്രോബ് സൊല്യൂഷൻസ്, ബാത്ത് ഫിറ്റിംഗ്സ് അതുപോലെ സാനിറ്ററി വെയർസ് ഒക്കെ ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ കമ്പനിയുടെ മെയിൻ സ്ട്രെങ്ത് മാർക്കറ്റ് ലീഡർഷിപ്പ് തന്നെയാണ്. അപ്പോൾ ഒരു 50% മാർക്കറ്റ് ഷെയറിലൂടെ ഡൊമസ്റ്റിക് പെയിൻറ്റ് മാർക്കറ്റിൽ ഡോമിനേറ്റിംഗ് പ്ലെയർ ആയിട്ട് അവർ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്.
അപ്പോൾ ഇവിടെയുള്ളൊരു സർപ്രൈസിങ് ഫാക്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് പ്ലെയറിന് ഇവിടെ 16% മാത്രമേ മാർക്കറ്റ് ഷെയർ ഉള്ളൂ. ഇനി ഡെക്കറേറ്റീവ് പെയിന്റ് സെഗ്മെന്റിൽ കമ്പനിക്ക് 60% മാർക്കറ്റ് ഷെയർ ആണുള്ളത്. അപ്പോൾ ഇത് ഓവറോൾ ഇന്ത്യൻ പെയിന്റ് ഇൻഡസ്ട്രിയുടെ ഒരു 80 to 85% മാർക്കറ്റ് കവർ ചെയ്യുന്നുണ്ട്. ഇതുകൂടാതെ കമ്പനിക്ക് ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രിയൽ കോട്ടിംഗ് സെഗ്മെന്റിൽ നല്ലൊരു മാർക്കറ്റ് ഷെയറും എൻജോയ് ചെയ്യുന്നുണ്ട്. ലീഡർഷിപ്പ് പൊസിഷൻ ഉള്ളതുകൊണ്ട് തന്നെ കമ്പനി ലാസ്റ്റ് 5 ഇയേഴ്സിൽ 9% CAGR വളർന്നിട്ടുണ്ട്. അപ്പോൾ കമ്പനിയുടെ ഒരു മെയിൻ മോണിറ്ററിംഗ് പോയിന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻപുട്ട് പ്രൈസ് കൂടുന്നതാണ്. അപ്പോൾ കമ്പനിയുടെ മെറ്റീരിയൽ കോസ്റ്റിന്റെ ടോട്ടൽ എക്സ്പെൻസ് വരുന്നത് 50% ആണ്. ഇനി ഇവിടെ റോ മെറ്റീരിയൽസ് ലൈക്ക് ടൈറ്റാനിയം ഡയോക്സൈഡ് അതുപോലെ ക്രൂഡ് ബേസ്ഡ് ഡെറിവേറ്റീവ്സിന്റെ പ്രൈസ് ഒക്കെ വോളറ്റൈൽ ആയതുകൊണ്ട് നോൺ ഡെക്കറേറ്റീവ് സെഗ്മെന്റ് പ്രോഫിറ്റബിലിറ്റിയിൽ ഇമ്പാക്ട് ഉണ്ടാക്കാറുണ്ട് ഇത്. അപ്പോൾ റോ മെറ്റീരിയൽ പ്രൈസിലുണ്ടാകുന്ന ഇൻഫ്ലേഷന് കമ്പനിയുടെ മാർജിനിൽ പ്രൂവൻ ഇമ്പാക്ട് കാണിച്ചിട്ടുമുണ്ട്. ബട്ട് കമ്പനി അവരുടെ പല സെഗ്മെന്റ്സിലും പ്രൈസ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മീഡിയം ടേമിൽ അവർക്ക് ഈ ഒരു ഇൻഫ്ലേഷൻ ഇഫക്റ്റ് കുറയ്ക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. സോ ഇത് കമ്പനിയുടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റബിലിറ്റി ഇൻക്രീസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പം ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു കമ്പനിയുടെ കീ ഫിനാൻഷ്യൽ ടെക്നിക്കൽ മെട്രിക്സ് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഈ ഒരു കമ്പനിയുടെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് വരുന്നത് 3,384.80 റുപ്പീസ് ആണ്. PE വരുന്നത് 19.76 ആണ്. ഡെറ്റ് ടു ഇക്വിറ്റി 0.11, 5 year sales CAGR 14.08, ROE return on equity 23.15, 1 year returns 1.86, 5 year returns 24.50. അതുപോലെ തന്നെ 200 DMA വരുന്നത് 3,138.45, RSI 49. ഇനി ഇന്നത്തെ നമ്മുടെ ലാസ്റ്റ് സെക്ടർ കൺസ്യൂമർ ഫിനാൻസ് ആണ്. അപ്പോൾ ഫെസ്റ്റിവൽ ടൈമിലൊക്കെ നമുക്ക് ഓഫീസിൽ നിന്ന് ബോണസ് കിട്ടുന്നുണ്ടാവും. ബട്ട് ആ കിട്ടുന്ന ഒരു ബോണസ് വെച്ച് ഇപ്പോൾ ഹോളിഡേ റിനോവേഷൻ എല്ലാം നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഷോർട്ട് ടേം ക്രെഡിറ്റ് റിക്വയർമെൻറ്റ്സ് ഒക്കെ നമ്മൾ ആശ്രയിക്കാറുണ്ട്. സോ നമ്മൾ കൺസ്യൂമർ ഫിനാൻസ് കമ്പനീസ് ഒക്കെ നമ്മൾ നോക്കാറുണ്ട്. സോ ഈ ഒരു സെക്ടറിൽ നമ്മൾ ബജാജ് ഫിനാൻസ് ലിമിറ്റഡ് ആണ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പം ബജാജ് ഫിനാൻസ് ലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ലീഡിംഗ് നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനിയാണ്. അപ്പോൾ ഇന്ത്യയിൽ അവർക്ക് നല്ല റീച്ചാണുള്ളത്. അപ്പോൾ ഇതിൽ 1368 അർബൻ ബ്രാഞ്ചസും 2218 റൂറൽ ബ്രാഞ്ചസുമാണ് ഇവർക്കുള്ളത്. അപ്പം ഇവരുടെ ഒരു സ്ട്രെങ്ത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൺസ്യൂമർ ഫിനാൻസിൽ ഇവർക്കൊരു സ്ട്രോങ് മാർക്കറ്റ് പൊസിഷനാണ് ഉള്ളത്. അപ്പോൾ കൺസ്യൂമർ ഡ്യൂറബിൾ ഫിനാൻസിങ്ങിൽ ഫിനാൻസ് സെയിൽസ് കമ്പനിയുടെ മാർക്കറ്റ് ഷെയറിനെ 65% കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ കമ്പനിയുടെ റീറ്റെയിൽ സ്റ്റോറിൻ്റെ പെനിട്രേഷനും പെട്ടെന്ന് ഇൻക്രീസ് ആയിട്ടുണ്ട്. അപ്പോൾ 2017 മുതൽ 2022 വരെ നമ്മൾ നോക്കുകയാണെങ്കിൽ കമ്പനിക്ക് 23% CAGR കസ്റ്റമർ ബേസ് ആണുള്ളത്. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ 22 നമ്മൾ നോക്കുകയാണെങ്കിൽ 19% ഇയർ ഓൺ ഇയർ ആണ്. അപ്പോൾ അൺസെക്യൂർഡ് പേഴ്സണൽ ബിസിനസ് അതുപോലെ തന്നെ ബിസിനസ് ലോൺ സെഗ്മെന്റിൽ എസ്റ്റാബ്ലിഷ്ഡ് പ്ലെയറും കൂടിയാണ് നമ്മുടെ കമ്പനി. ഇനി ഇവരുടെ ഒരു മെയിൻ ചലഞ്ച് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോമ്പറ്റീഷൻ്റെ സമയത്ത് കമ്പനിയുടെ മെയിൻ പ്രൊഡക്ട്സ് ഒക്കെ നല്ല രീതിയിൽ വളരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ കമ്പനിയുടെ പ്രൈസ് ഹൈക്ക് ത്രൂ മാർജിൻസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ബട്ട് മുന്നോട്ടേക്ക് ഇതുപോലെ ചെയ്യുന്നത് അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. ഇനി നമ്മളിപ്പോൾ സ്ക്രീനിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു കമ്പനിയുടെ കീ ഫിനാൻഷ്യൽ ടെക്നിക്കൽ മെട്രിക്സ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പം ബജാജ് ഫിനാൻസ് ലിമിറ്റഡിൻ്റെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് വരുന്നത് 7,104.75 റുപ്പീസ് ആണ്. PE വരുന്നത് 49.89 ആണ്. ഡെറ്റ് ടു ഇക്വിറ്റി 3.78, 5 year sales CAGR 25.98, ROE return on equity 17.48, 1 year returns -5.46, 5 year returns 31.05, 200 DMA 6,695.31, RSI 43.9. അപ്പം ഇതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പ്ലാൻ ചെയ്ത സ്റ്റോക്സ്. അപ്പോൾ നമ്മൾ വീണ്ടും ഒരു കാര്യം നമ്മളിവിടെ റിമൈൻഡ് ചെയ്യുവാണ്. ഇന്നത്തെ വീഡിയോ നമ്മൾ ഫുള്ളി എഡ്യൂക്കേഷണൽ പർപ്പസിനാണ് നമ്മൾ കവർ ചെയ്തേക്കുന്നത്. ഇതൊരു ബയോ സെൽ റെക്കമെൻഡേഷൻ അല്ല. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ കൂടുതൽ മാർക്കറ്റ് അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ട് ഗ്രോ മലയാളം എന്ന നമ്മുടെ ചാനലും കൂടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാം. സോ നമുക്കിതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ ആൻഡ് ഹാപ്പി ഇൻവെസ്റ്റിംഗ്. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.